ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രൈഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ചപ്പോൾ തന്നെ റൂമോളും എണീച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. ആ ടൈമിൽ തന്നെ അവളും എണീച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് ഞാനിതേ ഇക്കുനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സാൻഡ്വിച്ച് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചായയും. അങ്ങനെ ഇക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഫ്ലൈങ് കിസ് ഉണ്ടാ? അപ്പോൾ ഇന്ന് മോർണിംഗിൽ റുവാക്ക് കൊടുക്കണത് പഴം പുഴുങ്ങിയത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഞാനത് റെഡിയാക്കാൻ വേണ്ടി വെക്കുകയാണ്. പഴം പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഒരു പഴം വെച്ചിട്ടുണ്ട്. ഇതേ ഞാൻ ഒരാളെ കാണിച്ചു തരാട്ടാ. നല്ല ഗുഡ് ഗേൾ ആയിട്ട് ബേബി ഇവിടെ ഇരിക്കുന്നുണ്ടാ. ഇക്കുവിന് ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ റൂമോൾ ഇവിടെ ഇരുന്നിട്ടാ, കരയൊന്നും ചെയ്തില്ല, നല്ല കുട്ടിയായിട്ടിരുന്ന്. ഇപ്പൊ ഇതേ റുവാക്ക് പാപ്പ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉറങ്ങിയാലാ പോയിട്ട്? വാവ് ഉറങ്ങിയാലാ? ഇപ്പൊ ടൈം 9:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ റൂമോൾ ഉറങ്ങിയിട്ടില്ല. രാവിലെ 6 മണിക്ക് എണീച്ചിട്ടുള്ളതാണ്. സാധാരണ ഇക്ക് പോകുമ്പോൾ എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരമൊക്കെ ഉറങ്ങലുണ്ട്. ചില ദിവസം ഉറങ്ങില്ല. ഇന്ന് അതുപോലെ ഉറങ്ങിയിട്ടില്ല. എന്തോ ഉറങ്ങാണ്ടിരുന്നത് ബേബി? റുവമോൾ എന്തോ ഉറങ്ങാണ്ടിരുന്ന്? അപ്പം ഇത്രയും ടൈം ഞങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ചെയ്ത്, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് റുവാടെ കളിക്കണ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങനത്തെ കുറച്ച് പരിപാടീസിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ നോർമലി റൂമോൾ ഫുഡൊക്കെ കഴിക്കണ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ ഇതേ പഴം, ഒരു ചെറിയ പഴമായിരുന്നു, അത് പുഴുങ്ങിയത്, അതിൻ്റെ നടുവിലത്തെ ആ ബ്ലാക്ക് സംഭവമല്ലേ അത് കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉടച്ചെടുത്തതാണ് കേട്ടോ. ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം അവൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കുടിക്കാൻ. പാപ്പുമാണ് തിന്നാം. റൂമോൾക്ക് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും ഭയങ്കര ഇഷ്ടം. മാങ്ങ ഒക്കെ നല്ല ഇഷ്ടമാണ്. മാങ്ങ ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പഴം തിന്നിട്ട് അത് കാരണം ഒരു ഇഷ്ടം ഉണ്ടാവും. യമ്മി യമ്മി യമ്മി. റൂമോള് ഭയങ്കര കരച്ചിലായപ്പോൾ ഞാനിതേ റുവാക്ക് ഇങ്ങനെ ബണ്ണിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അവൾ അതിങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ വായക്ക് കിട്ടും, അല്ലെങ്കിൽ താഴെ തന്നെ പോവും. അവൾ കഴിക്കണ്ടെന്ന് നോക്കി നോക്കാം. ഫുഡ് കഴിച്ച കാരണം വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് പിടിച്ചിട്ട് ഇരുന്നോളും. അപ്പം എനിക്ക് പണിയൊക്കെ ചെയ്യാം. റൂമോള് കഴിച്ചേ നോക്കട്ടെ. തിന്നാൻ പറ്റുമോ നോക്കട്ടെ. ചിന്നോ ഇവിടെ ഉണ്ടല്ലോ, തിന്നേ. അവൾക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ അവളിങ്ങനെ എടുത്തിട്ട് കഴിക്കൂട്ടാ. ബേബിക്ക് കിട്ടിയാ? കഴിച്ചാ? കഴിക്കാനൊക്കെ അറിയാലേ ബേബീസ്? ഭയങ്കര കോൺസെൻട്രേഷനിലാ. അവിടെ ഇരുന്ന് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് തിരുമ്പിയത് മടക്കിയേക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഉച്ചക്കൽക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഉച്ചക്ക് വരുമല്ലോ, പള്ളി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വരും. ഇന്ന് ഫ്രൈഡേ ആയ കാരണം ഉച്ചവരെ ഉണ്ടാവുള്ളൂ ഡ്യൂട്ടി. അപ്പം നമുക്ക് ഇന്ന് ഞാൻ ബീഫ് മന്തി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം.
കൊട്ടാൻ അറിയോ? കൈയൊട്ടുണ്ണി കൈയൊട്ട്, പാപ്പത്തിന് കൈയൊട്ട്, കൈയൊട്ടുണ്ണി കൈയൊട്ട്, പാപ്പത്തിന് കൈയൊട്ട്. ഗുഡ് ഗേൾ ആണ് ട്ടാ, മടശത്ത് ഗുഡ് ഗേൾ ആണ് ട്ടാ. കുളിക്കാ ബേബി, കുളിക്ക. അങ്ങനെ ഞങ്ങൾ കുളിച്ചിട്ട് വരാ. മീ കുളിക്കണ്ടേ? കുളിച്ചിട്ടിട കൊള്ളാം, കുളിച്ചിട്ടിട കൊള്ളാം. അപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റോമോള് നല്ല ഉറക്കമായിട്ടാണ്. ഇന്ന് തീരെ ഉറങ്ങിയിട്ടില്ലല്ലോ, രാവിലെ നേരത്തെ എണീച്ചല്ലേ, അതുകൊണ്ട് തന്നെ ദേ വേഗം കിടന്നുറങ്ങി. അപ്പോൾ ഇതേ റുവ ബേബി ഉറങ്ങി എണീച്ച്. അപ്പോൾ ഉറങ്ങണ ടൈമിൽ ഞാൻ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടാ. അപ്പോൾ ബീഫ് മന്തിയും അതിലേക്കുള്ള ചട്നിയൊക്കെ ഞാൻ റെഡിയാക്കി. അതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് നിക്കു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടാ. കുട്ടീനെ എടുക്കാനാണ്. എന്താ ചെയ്യണത്? പാപ്പ വന്നിണ്ടാ. ഞാൻ എടുക്കാണ്ട് പോവാണ്ട, കയ്യൊക്കെ ഇടിയാന്നിട്ട് എടുക്കുള്ളൂ. അപ്പൊ മക്കൾക്ക് അറിയാം. നോക്കാം പാപ്പ പോയാ? എവിടെ പോയി? പാപ്പ എവിടേക്ക് പോയത്? റുവാ ഓ ബേബീഷിനെ അച്ചോ ഒല്ലു ഉമ്മ പൊന്നിഞ്ഞിരുത്തില്ലേ? എടുക്ക് ഇക്കോ, റുവ ബേബിനെ എടുക്ക്. അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിക്കണ ടൈമായി. അപ്പം നല്ല അടിപൊളി ബീഫ് മന്തിയും പിന്നെ അതിലേക്കുള്ള ചട്നിയും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കണത്. അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ആ ടൈമിൽ റുവാക്ക് നമ്മളിതേ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ്. അപ്പോൾ അവൾ അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പറക്കി കഴിക്കണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ മാങ്ങ കട്ട് ചെയ്താട്ടോ. മാങ്ങ കണ്ടപ്പോൾ പിന്നെ അവൾക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ. റുവമോള് മാങ്ങ കഴിച്ചോണ്ട് തന്നെ അപ്പം തന്നെ നമ്മൾ ഉച്ചക്കലേക്കുള്ള ഫുഡ് കൊടുത്തില്ല കേട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ദേ ആപ്പിൾ വേവിച്ചത് കൊടുക്കുകയാണ്. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടമാണ്, അവൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ. ഈ വെജിറ്റബിൾസ് വേവിച്ചത് അതേപോലെ തന്നെ ചോറൊക്കെ അടിച്ചിട്ട് കൊടുക്കുമ്പോൾ അവൾക്ക് അത്ര ഇഷ്ടം ഉണ്ടാവലില്ല. ഈ മധുരമുള്ള ഐറ്റംസാണ് താല്പര്യം. അങ്ങനെ അതേ ഫുഡൊക്കെ കഴിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ട് അപ്പോൾ പുറത്തുനിന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു കഫ്തീരിയയിൽ പോയി അവിടുന്ന് ചായ അതുപോലെ ചീസ് സമൂസ ജിലേബിയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ടുണ്ട് ഇവിടുന്ന് ഈ ചീസ് സമൂസൊക്കെ വാങ്ങിച്ചിട്ട്. ഇതിന് മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുട്ടി കുട്ടി സമൂസയാണ്, നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് ചീസി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ കേട്ടോ ഈ ജിലേബി, കുഞ്ഞി കുഞ്ഞി ജിലേബികളാണ്, പക്ഷെ നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെപ്പോഴും ഈ ജിലേബി വാങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ റൂമോൾക്ക് കുറച്ച് ഐറ്റംസൊക്കെ മെയിനായിട്ട് വാങ്ങാനുണ്ടായിരുന്നു. ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇടുന്ന ആ ഒരു ബിബ്, പിന്നെ ഇതവിടെ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ് ഇങ്ങനെ സെറ്റായിട്ട്. പിന്നെ പോട്ടി
അതേപോലെ ചെയർ വാങ്ങിച്ചതല്ല, അവിടെ കുട്ടി കുറേ ടൈപ്പ് ചെയറുകളുണ്ടായിരുന്നു. അപ്പോൾ റൂമോൾ അതിലിരുത്തിയപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഇത്തിരിയും കൂടിയും അവളൊന്ന് വലുതായതിന് ശേഷം ചെയറൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കിച്ചണിലേക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നല്ല ഓഫറുകളൊക്കെ കണ്ടപ്പോൾ പിന്നെ അതെടുത്തു. കട്ടിംഗ് ബോർഡും പിന്നെ യൂട്ടൻസിൽസൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഒരു റാക്ക് പോലത്തെ എനിക്ക് ആവശ്യമാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ അത് ഞാൻ നോക്കി വാങ്ങിച്ചതാണ്. അങ്ങനെ പിന്നെ ഒരുപാട് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇതേക്കും ബില്ല് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രോളിയിൽ റുവബേബിനെ ഇരുത്തിയിട്ടാ. നമ്മളിപ്പോൾ തൊട്ടിട്ട് അങ്ങനെ ഇരുത്താറുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമാണ് അതിലിരിക്കാൻ. അപ്പോൾ ഇതേ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അവളിങ്ങനെ ചെയ്യണത്. അവൾക്ക് ഭയങ്കര ഹാപ്പിയായി അതിലിരിക്കാൻ. റുവമോൾ ഡ്രസ് മാറ്റിയാ? ഉടുപ്പിട്ടാ? ഉടുപ്പിലൊക്കെ റുവമോളെ മറ്റേ ഡ്രസ്സിലൊക്കെ മാംഗോ ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിയില്ലേ? എവിടെ ഇരിക്കണത് റുവ? റുവ ബേബി, ഉമ്മയുടെ ചക്കരക്കുട്ടി എവിടെ? ഉമ്മയുടെ ചക്കരക്കുട്ടി എവിടെ? റുവാ, ഉമ്മ പൊന്ന വിളി കേക്കണുണ്ടാ? വർത്താനം പറഞ്ഞേ. റുവാ, സുഖാണോ? സുഖാണോ? നല്ല കുട്ടിയാണോ റുവ മോള്? ചക്കര കുട്ടിയാണോ? ഹേ, റുവ എങ്ങനെ ചിരിക്കാൻ നോക്കട്ടെ. റുവ എങ്ങനെ ചിരിക്കായി? ഹലോ റുവ എങ്ങനെ കൈയൊട്ടുക? കൈയൊട്ടുണ്ണി കൈകൊട്ട്, പാപ്പത്തിന്നൻ കൈകൊട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഒരു ഡേറ്റ്സ് മിൽക്ക് കുടിച്ച് അതേപോലെ തന്നെ ഷവർമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷവർമയും കഴിച്ചിട്ടാ. അങ്ങനെ പിന്നെ ഇതേ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ റുവ ബേബിക്കുള്ള ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതേ ഈ ഒരു പഴം കൊടുക്കുകയാണ്. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാവും. അവളെ ഫുഡൊക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും കേട്ടോ അവൾക്ക് കൊടുക്കാനുള്ള സംഭവമാണെന്ന്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആവേ. റുവാക്ക് ഇതേ ഞങ്ങൾ ഇന്ന് സെറ്റായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. തൊപ്പിയും ഷൂവും പിന്നെ ഈ ഒരു കണ്ണാടിയും കൂടിയിട്ട്. തൊപ്പി, ചെറിയ തൊപ്പിയും വലിയ ഷൂവും വലിയ കണ്ണാടി. കണ്ണാടി ഇതൊക്കെ ഷൂ അവളെ കാലിനെക്കാട്ടി ഇത്രയും വലിപ്പുണ്ട്. വലിയ ഷൂവാ. ഞങ്ങൾ കണ്ണാടി വെച്ചിട്ട് കാണിച്ചു തരാം. ഇനി ഫ്രീക്കി ബേബി ആവാൻ പോവാണ് റുവ മോള്. ഡ്രസ് തന്നെ കണ്ട. റുവ ഫ്രീക്ക് ഫ്രീക്ക്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ ഐസ്ക്രീമും കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ ഡേ ഇൻ അവർ ലൈഫ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ.